മന്ത്രിയും മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. ഖബറടക്കം നാളെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. അർബുദബാധിതനായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 4 ദിവസം മുമ്പ് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടി. ഇന്ന് വൈകിട്ട് 3:40 മരണം സ്ഥിരീകരിച്ചത്. ഇബ്രാഹിം സാഹിബിന്റെ യോഗം അങ്ങേയറ്റത്തെ വേദനയോടെയാണ് നമ്മളൊക്കെ കേട്ടത്. സത്യത്തിൽ അദ്ദേഹം ഹൃദയങ്ങളിലേക്ക് സ്നേഹപ്പാലം പണിത ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം 10 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. ഭരണനിർവഹണത്തിൽ മികവ് പുലർത്തിയ വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്ന് രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പ്രതികരിച്ചു. കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ചു. ഇബ്രാഹിം കുഞ്ഞ് ഏറ്റവും ജനപ്രിയനായ ഒരു മന്ത്രിയായിരുന്നു. ഏറ്റവും ജനപ്രിയനായ ഒരു ജനനേതാവായിരുന്നു. ജാതിമത കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. പലരും അദ്ദേഹത്തെ പല നിലയിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. സാധാരണക്കാരോടും എല്ലാ ആളുകളോടും ഒരുപോലെ പെരുമാറിയിരുന്ന ഒരാളാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊതുകാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. മട്ടാഞ്ചേരിയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നുമായി 4 തവണ MLA ആയ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് 2 തവണ മന്ത്രിയുമായി. ഐസ്ക്രീം പാർലർ കേസിനെ തുടർന്ന് P.K. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച 2005 ഇബ്രാഹിം കുഞ്ഞ് ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. മീഡിയ 1 കൊച്ചി.